ദാഹം ശമിപ്പിക്കുന്ന ജലം. യോഹന്നാൻ 4:1-26 വരെ. ചിന്തയ്ക്കായിട്ട് 14-ാം വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ജീവനുള്ള ഒന്നാണ് യഥാർത്ഥ മതം എന്ന് പറയുന്നതോടൊപ്പം പൗരാണികവും ചലനരഹിതവുമായ എല്ലാ മതങ്ങളും നിർജീവങ്ങളാണെന്ന് മുർബാങ്ക് എന്ന ചിന്തകൻ പറയുന്നു. ജീവൻ നഷ്ടപ്പെട്ട അഥവാ ചൈതന്യം ചോർന്നുപോയ മതങ്ങൾ മരവിച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നു. നിശ്ചലമായി തീർന്നിരിക്കുന്ന മതങ്ങൾ എത്ര കണ്ട് പുരാതനമായിരിക്കുന്നുവോ അത്രയ്ക്ക് മരിച്ച അവസ്ഥയിലായിരിക്കുന്നു എന്നാണ് എമേഴ്സൻ്റെ സുചിന്തിതമായ അഭിപ്രായം. നമ്മുടെ ജീവിതവും മതസംഘടനകളുടെ അവസ്ഥയും നിർജ്ജീവമായിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അതിനെ എതിർക്കാൻ കഴിയുമോ? മതവൈരാഗ്യമോ മതത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഉന്മത്തതയോ ജീവൻ്റെ ലക്ഷണമായി കരുതിക്കൂടാ. മനുഷ്യരെ മരണത്തിലേക്ക് നയിക്കുവാനേ ഇത്തരം മതഭ്രാന്ത് ഉപകരിക്കും. ആത്മീയമായി മരവിച്ച ഇന്നത്തെ ദയനീയാവസ്ഥയെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതാണ്. ചലനാത്മകമല്ലാത്ത ഒരു മതത്തിനോ സഭയ്ക്കോ നിലനിൽക്കുവാൻ അവകാശമില്ല. നിർജീവമായ അവസ്ഥയിൽ നിന്നുണരുവാൻ നാം എന്തു ചെയ്യണം? തൻ്റെ മതത്തിൻ്റെ പൗരാണികതയിൽ അഭിമാനം കൊണ്ട ശമരിയക്കാരി അവരുടെ പൂർവ്വ പിതാവ് നൽകിയ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ചെന്നപ്പോഴാണല്ലോ യേശുവിനെ കാണാനിടയായത്. ആ സ്ത്രീയെപ്പോലെ നമ്മുടെ പൗരാണികതയിൽ സ്വയം പ്രശംസിച്ചുകൊണ്ട് സംതൃപ്തരായി ജീവിക്കുന്ന നാം നമ്മുടെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട് മരവിച്ചിരിക്കുകയാണെന്നുള്ളത് മറക്കരുത്. എത്ര കുടിച്ചാലും ദാഹം ശമിക്കാത്ത യാക്കോബിൻ്റെ കിണറ്റിലെ വെള്ളം കുടിച്ച് ദാഹം തീർക്കാനുള്ള വിപുല ശ്രമമാണ് നാം ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ജീവജലമാണ്. ദൈവത്തിൻ്റെ മഹത്തായ ദാനം എന്താണെന്നുള്ളത് ശമരിയക്കാരിയെപ്പോലെ നാമും അറിയുന്നില്ല. ആത്മീയമായ ദാഹത്താൽ വിവശരായി വാടിത്തളർന്നവർക്ക് പൗരാണികർ തന്ന ഈ കിണറ്റിലെ വെള്ളമല്ല വേണ്ടത്. അവർക്ക് സാക്ഷാൽ ജീവജലം തന്നെ വേണം. എന്നാൽ ജീവജലം നൽകുന്ന ആളിൻ്റെ അടുക്കിലേക്ക് പോകാതെ യാക്കോബിൻ്റെ കിണർ നാം തേടിപ്പോകുന്നു. അതിലെ ജലം കുടിക്കുന്നവർക്ക് പിന്നെയും ദാഹിക്കും എന്ന് യേശു ക്രിസ്തു അരുൾ ചെയ്യുന്നു. ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ദാഹം ശമിപ്പിക്കുവാനാണ് നമ്മുടെ ശ്രമം. എന്നാൽ സാക്ഷാൽ ജീവജലം അടിയിൽ നിന്നും പൊന്തി വരുന്നു. നീരുറവയായിരിക്കും ഈ ജീവജലം. പാനം ചെയ്ത് പുതുജീവൻ പ്രാപിച്ചില്ലെങ്കിൽ നാം പ്രശംസിക്കുന്ന പൗരാണിക മതം നിർജ്ജീവമായി മരവിച്ചു പോകും. ഓർക്കണമേ, കഴിവില്ലായ്മയല്ല ലക്ഷ്യമില്ലായ്മയാണ് ഏറെ പേരെ പരാജയപ്പെടുത്തുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:37. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികളൊഴുകും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.